ഹായ് ഓൾ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ടെക് മലയാളം. ഇന്നും ഞാനൊരു ഫോണിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോക്കോ X2 എന്ന് പറഞ്ഞ ഒരു ന്യൂ മോഡൽ. പോക്കോ എന്ന ബ്രാൻഡിൻ്റെ രണ്ടാമത്തെ ഫോണാണ് പോക്കോ X2 എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു ന്യൂ മോഡൽ. അതായത് ഷവോമിയുടെ ഒരു സബ് ബ്രാൻഡായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഈ പോക്കോ എന്ന് പറയുന്നത്. അവരുടെ ഫസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് പോക്കോ F1 ആയിരുന്നു. അത് ജനങ്ങൾക്കിടയിൽ അതായത് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടിയ ഒരു മോഡലായിരുന്നു പോക്കോ F1 എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ. അതിനുശേഷം അവരുടെ പുതിയ പ്രൊഡക്റ്റുകളൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ രണ്ടാമത്തെ ഫോൺ പുറത്തിറക്കാൻ പോവുകയാണ്, പോക്കോ X2 എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മോഡലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 3 വേരിയൻസിലാണ് അത് വരുന്നത്. അതായത് മെമ്മറി സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് 3 വേരിയൻസ് ആക്കിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ 6GB റാമിൽ വരുന്നത് 64GBയും 128GBയുമാണ് ഇന്റേണൽ മെമ്മറി വരുന്നത്. പിന്നെ ഒരു മോഡൽ എന്ന് പറയുന്നത് 8GB 8GB വരുമ്പോൾ 256GB മെമ്മറി ഇന്റേണൽ മെമ്മറി വരുന്നത്. പിന്നീട് ഫോൺ പെട്ടെന്ന് ചൂടാകുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾ ടെക്നോളജിയും അവരിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കൂടുതൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. 6.67 ഇഞ്ചസ് IPS LCD ഡിസ്പ്ലേ ആണ് ഈ മോഡലിന് വരുന്നത്. കോണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഇതിനുണ്ട്. ആൻഡ്രോയിഡ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത്. MIUI 11 വരുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ് പ്രോസസ്സർ വരുന്നത്. ഇതൊരു ഒക്ടാ കോർ പ്രോസസ്സറാണ്. GPU വരുന്നത് Adreno 618 ആണ്. ഇന്റേണൽ മെമ്മറി വേരിയൻസ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6GB റാം 64GBയും 6GB റാമിൽ തന്നെ 128GBയും വരുന്നുണ്ട്. പിന്നീട് 8GB റാമിൽ 256GBയും ആണ് വരുന്നത്. മെയിൻ ക്യാമറയാണെങ്കിൽ ക്വാഡ് ക്യാമറയാണ് ഇതിൽ വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറിലാണ് മെയിൻ ക്യാമറ വരുന്നത്. സെൽഫി ക്യാമറയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറിലാണ് വരുന്നത്. അതായത് ഡ്യുവൽ ക്യാമറയാണ് ഫ്രണ്ടിലും വരുന്നത്. USB പോർട്ട് Type-C ആണ്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് ഈ ഒരു മോഡലിന് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി ആണെങ്കിൽ 4500 mAh ആണ് വരുന്നത്. 27 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. ഇതിൽ കളേഴ്സ് വരുന്നത്, ഈ ഒരു മോഡലിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിസ് ബ്ലൂ, മാട്രിക്സ് പർപ്പിൾ, ഫോണിക്സ് റെഡ് എന്നിവയാണ്. ഇനി ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ നോക്കുന്നത് എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഇന്റേണൽ മെമ്മറി വാരിയൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. 6GB റാമും 64GBയും ആ ഒരു മോഡലിലാണെന്നുണ്ടെങ്കിൽ 15,999 റുപ്പീസാണ് വരുന്നത്. എന്നാൽ 6GB 128GB വേർഷൻ ആണെന്നുണ്ടെങ്കിൽ 16,999 റുപ്പീസാണ്. പിന്നീട് നമ്മൾ പറയുന്ന 8GB 256GB ആണ് ആ ഒരു മോഡലിനാണെന്നുണ്ടെങ്കിൽ 19,999 റുപ്പീസാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പോക്കോ F1 എന്ന് പറഞ്ഞ മോഡൽ തന്നെ ഞാൻ പറഞ്ഞു ഭയങ്കര പോപ്പുലർ ആയിരുന്നു, ഒരുപാട് നല്ല പെർഫോമൻസ് ആയിരുന്നു. നമ്മളൊരാളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അവർ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലായിരുന്നു ഈ ഒരു പോക്കോയുടെ ഫോൺ. ആകെ ഒരു ഫോൺ ഇറക്കിയെങ്കിലും അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നല്ല പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും ഒക്കെ നല്ല പൊളി ക്യാമറയായിരുന്നു. ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അവരുടെ തന്നെ ഈ ഒരു രണ്ടാമത്തെ ഫോൺ എന്തായാലും അതിലും ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഒരു സംശയം വേണ്ട. അപ്പോൾ ഈ ഒരു X2 എന്ന് പറഞ്ഞ മോഡൽ ഈ ഫെബിലാണ്, ഈ മാസമാണ് അത് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്ത് ആളുകളെടുത്ത് നമുക്ക് അതിൻ്റെ റിവ്യൂസ് ചോദിക്കാം. എന്നിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതിനു മുൻപ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.